ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് കേൾക്കാത്ത മലയാളികൾ ഇന്ന് കുറവായിരിക്കുമല്ലോ. നമ്മുടെ നാട്ടിലെ നിരവധി കുട്ടികളും യുവാക്കളും ഏതാണ്ട് മുഴുവൻ സമയവും ഈ എലിക്ക് പിന്നാലെയാണെന്നതാണ് സത്യം. ₹1 പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ കോടീശ്വരന്മാരാകാമെന്ന വാഗ്ദാനമാണ് പലരെയും ഈ ഗെയിമിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ മാർച്ചിൽ അവതരിപ്പിക്കപ്പെട്ട ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഗെയിം ഇതിനകം ലോകമെമ്പാടുമായി കളിക്കുന്നത് 200 മില്യണിലധികം പേരാണ്. അതായത് 20 കോടിയിലേറെ പേർ. എന്നാൽ ഇത് കളിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ എന്നും ഇത് ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ തട്ടിപ്പാണോ എന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം എന്താണ് ഹാംസ്റ്റർ കോമ്പാറ്റ് ഗെയിം എന്ന് നമ്മൾ അറിയണം. ബ്ലോക്ക് ചെയിനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡിജിറ്റൽ നാണയങ്ങളാണ് ക്രിപ്റ്റോ കറൻസികൾ. ഇത്തരമൊരു ക്രിപ്റ്റോ കറൻസിയാണ് ഹാംസ്റ്റർ കോമ്പാറ്റ്. ടെലിഗ്രാമിലും എക്സ് അഥവാ ട്വിറ്റർ അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് കളിക്കുന്നത്. കൂടുതലും പ്രചാരം ടെലഗ്രാമിലാണ്. റഷ്യയിലാണ് ഈ ഗെയിമിന് കൂടുതൽ യൂസേഴ്സ് ഉള്ളത്. മുതൽ മുടക്കൊന്നുമില്ലാതെ കളിക്കാമെന്നതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. യഥാർത്ഥത്തിൽ ഹാംസ്റ്റർ എന്നത് ഓമനമൃഗമായി വളർത്തുന്ന എലിവർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. ഗെയിമിൽ കാണുന്ന ഈ എലിയെ ടാപ്പ് ചെയ്യുന്നതാണ് ഹാംസ്റ്റർ ഗെയിം. ഈ ഹാംസ്റ്ററിൽ എത്രത്തോളം ക്ലിക്ക് ചെയ്യുന്നോ അത്രത്തോളം ക്രിപ്റ്റോ കോയിനുകൾ ലഭിക്കും. ക്ലിക്ക് ചെയ്ത് മാത്രമല്ല, ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തും കാർഡുകൾ പർച്ചേസ് ചെയ്തും ക്രിപ്റ്റോ കോയിനുകൾ വാരിക്കൂട്ടാം. കളിക്കുന്നയാളുടെ വാലറ്റിൽ അഥവാ പ്രോഫിറ്റ് പെർ അവർ എന്ന ഡിജിറ്റൽ പേഴ്സിലാണ് കോയിനുകൾ ആഡ് ചെയ്യപ്പെടുക. ഇനി കാര്യത്തിലേക്ക് കടക്കാം. നിലവിൽ ഹാംസ്റ്റർ എന്ന ക്രിപ്റ്റോ കറൻസിക്ക് മൂല്യമൊന്നുമില്ല. എന്നാൽ അടുത്ത മാസം, അതായത് ജൂലൈയിൽ ഹാംസ്റ്റർ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് അഥവാ ടോക്കൺ ജനറേഷൻ അല്ലെങ്കിൽ TGE ചെയ്യുമെന്നാണ് കമ്പനിയുടെ വെബ്സൈറ്റിലെ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനകം ഗെയിം കളിച്ച് വാലറ്റിൽ കോയിനുകൾ വാരിക്കൂട്ടിയവർ കാത്തിരിക്കുന്നതും ആ ദിവസത്തിന് വേണ്ടിയാണ്. കാരണം ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി ഒരു എയർ ഡ്രോപ്പ് ഉണ്ടാകും. അതായത് ക്രിപ്റ്റോ കറൻസികൾ ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒഫീഷ്യലായി ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് അവയെ ഗെയിം കളിച്ചും മൈനിങ് നടത്തുകയും ചെയ്തവർക്ക് നൽകുന്ന സമ്മാനമോ ആനുകൂല്യമോ ആണ് എയർ ഡ്രോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാലറ്റിൽ എത്രത്തോളം കോയിനുകൾ ഗെയിം കളിച്ചും മറ്റും വാരിക്കൂട്ടിയിട്ടുണ്ടോ അവയ്ക്ക് കോയിൻ ലിസ്റ്റ് ചെയ്യുന്ന വേളയിൽ ഒരു മൂല്യം ലഭിക്കും. അതായത് ആ ക്രിപ്റ്റോ കറൻസികൾ പിന്നീട് രൂപയിലേക്കോ ഡോളറിലേക്കോ യഥാർത്ഥ പണമാക്കി മാറ്റാം. ഒരു ചെലവുമില്ലാതെ കയ്യിൽ വൻതോതിൽ പണമെത്തുന്ന സ്വപ്നവുമായാണ് എല്ലാവരും ഈ ഗെയിമിന് പിന്നാലെ പായുന്നത്. ഗെയിം മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തും റഫർ ചെയ്തും ഇതിൽ കോയിനുകൾ നേടാൻ സാധിക്കും. മുൻപേ പറഞ്ഞതുപോലെ 20 കോടിയിലധികം പേർ ഗ്ലോബലി ഹാംസ്റ്റർ കോമ്പാറ്റ് ഗെയിം കളിക്കുകയും കോയിനുകൾ വാരി നിറക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർക്ക് പുറമെ കോയിൻ പുറത്തിറക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചവർ അഥവാ ഡെവലപ്പർമാർ, എക്സ്ചേഞ്ചുകൾ, മറ്റ് പാർട്ട്ണർഷിപ്പ് കമ്പനികൾ തുടങ്ങിയവരുമുണ്ട്. ഇവർക്കെല്ലാം എയർ ഡ്രോപ്പ് ആനുകൂല്യം കൊടുക്കണമെങ്കിൽ നിലവിൽ 2000 കോടിയോളം രൂപ വേണ്ടിവരും. അതായത് 2000 കോടിയോളം രൂപ കമ്പനി സമ്മാനമായി മാത്രം വിതരണം ചെയ്യണം. ഇത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നതാണ് വിലയിരുത്തൽ. അതേസമയം ഗെയിം കളിച്ചവർ വാലറ്റിൽ വാരിക്കൂട്ടിയ കോയിനുകളിൽ നിശ്ചിത ശതമാനത്തിന് മാത്രം എയർ ഡ്രോപ്പ് നൽകാനും സാധ്യതയുണ്ട്. ഹാംസ്റ്റർ കോമ്പാറ്റ് തട്ടിപ്പാണെന്നും അല്ലെന്നുമുള്ള 2 വാദങ്ങളുണ്ട്. തട്ടിപ്പാണെന്ന് വാദിക്കുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ കോയിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആര് എന്ന് ഇനിയും വെളിപ്പെട്ടിട്ടില്ല എന്നതാണ്. നിർമ്മാതാക്കളെക്കുറിച്ച് ഒരു വിവരങ്ങളുമില്ല. പുതിയ ക്രിപ്റ്റോ കറൻസികൾ പുറത്തിറക്കുന്നവർ അവയുടെ സ്വഭാവം, ലക്ഷ്യം, സാമ്പത്തിക പ്രവർത്തന രീതി തുടങ്ങിയ വിശദമാക്കുന്ന രേഖ അഥവാ വൈറ്റ് പേപ്പർ അവതരിപ്പിക്കാറുണ്ട്. ഇത്തരമൊരു വൈറ്റ് പേപ്പർ ഹാംസ്റ്റർ കോമ്പാറ്റ് ഇനിയും പുറത്തുവിട്ടിട്ടില്ല. അതിനാൽ തന്നെ ഇത് തട്ടിപ്പാണെന്നും ഗെയിം കളിക്കുന്നവരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയേക്കാമെന്നും വാദങ്ങളുണ്ട്. എന്നാൽ ദ ഓപ്പൺ നെറ്റ്വർക്ക് അഥവാ TON എന്ന പ്രമുഖ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലൊന്നുമായി സഹകരിച്ചാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് ജൂലൈയിൽ ലിസ്റ്റിങ്ങിനും എയർ ഡ്രോപ്പിനും ഒരുങ്ങുന്നതെന്നാണ് വിവരം. ഹാംസ്റ്റർ ഒരു തട്ടിപ്പ് കമ്പനിയാണെങ്കിൽ ടോൺ സഹകരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ലെന്നാണ് ഇതിനെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത്. ഏതായാലും നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.